ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വിചാരിക്കുന്ന പാസ്തയാണ്. സീ ഫുഡ് പാസ്ത വിത്ത് വെജിറ്റബിൾസ് ഇൻ കോക്കനട്ട് മിൽക്ക്. ഇത് പാസ്ത വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ഷ്രിമ്പ്, ചെമ്മീൻ, കുറച്ച് പെപ്പറും ഉപ്പും പുരട്ടി വെച്ചിരിക്കുന്നത്. ഇത് കലാമാരി, അതായത് സ്ക്വിഡ്, അല്പം പെപ്പറും ഉപ്പും പുരട്ടി വെച്ചിരിക്കുന്നത്. ഇത് മല്ലിയില, ഇത് അല്പം തേങ്ങാപ്പാലിൽ കോൺഫ്ലവർ കലക്കി വെച്ചിരിക്കുന്നത്. ഇത് തേങ്ങാപ്പാൽ, ഇത് വെജിറ്റബിൾ വേവിച്ച് വെച്ചിരിക്കുന്ന സ്റ്റോക്ക്, ഇത് ബട്ടർ. വെജിറ്റബിൾസിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സ്വന്തം ബ്രോക്കോളിയാണ്, അല്പമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കോളിഫ്ലവർ, അമരപ്പയർ, ഇത് അല്പം ക്യാബേജ്, ഇത് ക്യാരറ്റ്. ഇതെല്ലാം ഒന്ന് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ക്യാപ്സിക്കം, സവോള, ഒരു പച്ചമുളക്, വെളുത്തുള്ളി. ഇത് പാലക്ക, ഇത് രമ്പയില. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ബട്ടർ ഇടാം. ബട്ടർ കരിഞ്ഞു പോകാതിരിക്കാൻ അല്പം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. തേങ്ങാപ്പാലിലായതുകൊണ്ട് അല്പം വെളിച്ചെണ്ണ. അതിലേക്ക് നമുക്ക് ഈ ചെമ്മീൻ ഒന്നിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ പ്രോൺസ് ഒരു പിങ്ക് നിറമായിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. അടുത്ത അല്പം ബട്ടർ കൂടെ ഇടാം. നമുക്ക് ഇതിലേക്ക് സ്ക്വിഡ് ഇടാം. സ്ക്വിഡ് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി ഇങ്ങനെ വറുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഗാർലിക്ക്, പച്ചമുളക്, ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോള കൂടെ ചേർക്കാം. ഇപ്പൊ രമ്പയിലൂടെ നമുക്ക് കട്ട് ചെയ്തിടാം. ഇതിലേക്ക് നമുക്ക് ഈ അടുത്ത് നമുക്ക് പാലക്ക് ഇതിനകത്തോട്ടേക്ക് ഇടാം. പാലക്കിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ക്യാപ്സിക്കം കൂടെ ഇടാം അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ടെടുത്താണ്. സ്ക്വിഡ് ചേർത്ത് കൊടുക്കാം. പ്രോൺസ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അല്പം തീ കൂട്ടിയിടാം നമുക്ക്. ഇതിലേക്ക് നമുക്ക് പാസ്ത, വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാലൂടെ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു. അല്പം ഉപ്പ്, കുറച്ച് പെപ്പർ, നമുക്ക് അല്പസമയം ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. തേങ്ങാപ്പാൽ ഈ ഒരു പരുവത്തിന് ഒഴിച്ചു കൊടുക്കുക. അധികം നേരം വേവിക്കേണ്ട, ഒരു 2-3 മിനിറ്റ് മാത്രം ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് നമുക്ക് കോൺഫ്ലവർ കലക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് കോൺഫ്ലവർ കലക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും. ആവശ്യത്തിന് പെപ്പർ കൂടെ ഇട്ട് കൊടുക്കണേ. ഇവിടെ പെപ്പറിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടു. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. അല്പസമയം കൂടി ഒന്ന് മൂടി വെച്ച് അതിനുശേഷം നമുക്ക് വിളമ്പാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമായ സീ ഫുഡ് പാസ്ത ഇൻ കോക്കനട്ട് മിൽക്ക് വിത്ത് വെജിറ്റബിൾസ് റെഡി ആയിട്ടുണ്ട്.